Yes, makeover. ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ. ആദ്യം തന്നെ നമ്മൾ ഡെസ്ക് വൈറ്റ് വാൾപേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആക്കാം നമ്മളിതാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കണം. അപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞത് പിൻട്രസ്റ്റിലൊക്കെ ഓരോന്ന് ചെക്ക് ചെയ്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്തുള്ള കളേഴ്സും A4 ഒക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇതേപോലെ കുറേ പോസ്റ്റേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് നിരത്തി വെക്കാം, പരത്തിയിട്ട് ഇതേപോലെ വെച്ചെടുക്കാം. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഞാൻ ഫസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. ബട്ട് എന്താ അറിയില്ല, എനിക്കത് പെർഫെക്ഷനായിട്ട് തോന്നിയില്ല. അത് ഞാൻ ഇതിലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു. വാൾ ഫുള്ള് കവർ ചെയ്യണമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചിരുന്നത്. ബട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ കുറച്ചുള്ള ഉണ്ടാക്കിയെടുത്തിട്ട് ഇതായിട്ട് നമ്മൾ പോസ്റ്റേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാൻ. പിന്നെ ഞാൻ വാൾ ഗ്രിഡ് ഒട്ടിച്ചെടുത്തു. ആ ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷനിൽ ഈ വാൾ ഗ്രിഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എൻ്റെ പെൻ ബോക്സിൻ്റെ അവസ്ഥ താട്ടോ, കാരണം കുറേ മഷില്ലാത്തതും മഷില്ല പെന്നൊക്കെ ആവശ്യം വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഷില്ലാത്ത പെന്നൊന്നും ഇതുവരെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. അപ്പം ഞാൻ അതൊക്കെ എന്ത് ചെയ്തു, ഒഴിവാക്കി. പിന്നെ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷുകളൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഹോൾഡറിലാക്കി. ബട്ട് എനിക്കെന്താണെന്ന് അറിയില്ല, ഈ മഷില്ലാത്ത പെണ്ണ് ഒഴിവാക്കാൻ തോന്നില്ല. ഞാനത് അയക്കെന്നെ ഇട്ടു. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അങ്ങനെ ഓരോന്നിട്ടതായി ക്ലീൻ ചെയ്തു. ഇതൊക്കെ ഉണ്ടാക്കണ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ വെച്ചാൽ സ്കൂളിനിട്ടില്ലായിരുന്നെങ്കിലേക്ക് ഇടയ്ക്കിനെ അത് ഫുള്ളാണ് പൊക്കീനു. ഫുള്ളല്ല, കുറച്ചൊക്കെ പൊക്കീനു. അതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. പിന്നെ ഈ ഒരു പ്ലാന്റ് പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാർ എന്ത് ചെയ്തുകൊണ്ട് ഓരോ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെയാണ് അതിലുള്ളത്. ഈ എലിക്കിനുണ്ടല്ലോ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസി വന്നിട്ട് ഒരു ചെറിയ കുട്ടി അത് പൊട്ടിച്ചിട്ടാണ് പേക്കുന്നത്. ഞാനങ്ങനെയൊക്കെ മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. എന്നാലും ആ ആദ്യത്തെ അത്ര ഫിനിഷിങ് കിട്ടിയിട്ടില്ല. ഒരു 4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുക ഈ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ട്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കിയെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് എപ്പോഴെങ്കിലൊക്കെ ഉള്ള ക്ലീൻ ചെയ്യുക. അതൊന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടു. വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് ക്ലീൻ ആക്കി. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് രസം. അത് സാധനങ്ങൾ വെച്ചിട്ടാണ് രസം. അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ വേറൊരു ടേബിളിലൊക്കെ വെച്ചിരുന്നു. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്തെടുത്തു. എനിക്ക് മോഡൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആക്കും. നമ്മുടെ സൺഫ്ലവറിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇത് ജീവനില്ലെങ്കിലും അതങ്ങനെ കൊഴിഞ്ഞു പോകും. കാരണം ഞാനല്ലത് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അങ്ങനെ നമ്മൾ പാലറ്റ്, ഇതൊക്കെ ക്ലേ കൊണ്ടും നമ്മളതായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഐറ്റംസാണ് ഒരുവിധം എല്ലാതൊക്കെ. ഞാനതൊക്കെ റെഡിയാക്കി വെച്ചു. എൻ്റെ ജേർണൽ ബുക്കും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാട്ടോ നമ്മൾ നിലത്തിൻ്റെ അവസ്ഥ. ആകെ ഒരു മുറല്ല, 2-3 മുറ ഞാൻ വേസ്റ്റ് ഉണ്ടായിരുന്നു ടേബിൾ മറ്റേ. അപ്പം ഫൈനൽ ലുക്ക് ഇതാണ്.